എല്ലാവർക്കും പി പി കേക്ക്സ് എന്ന് പറഞ്ഞ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നിക്കേഴ്സ് ക്രഞ്ചി എന്ന് പറഞ്ഞൊരു കേക്കാണ്. വളരെ ടേസ്റ്റുള്ള ഒരു കേക്കാണ് സ്നിക്കേഴ്സ് ക്രഞ്ചി എന്ന് പറയുന്നത്. നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. സ്നിക്കേഴ്സ് എന്ന് പറഞ്ഞ ചോക്ലേറ്റ് വളരെ ടേസ്റ്റുള്ളൊരു കേക്കാണ്. അപ്പോൾ ചോക്ലേറ്റാണ്, അതിൻ്റെ അതേ ടേസ്റ്റിലുള്ള സ്ട്രക്ചറിലുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം കുറച്ച് പീനട്ട് കട്ട് ചെയ്ത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് മിൽക്ക് സിറഫിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ക്രീമിലേക്ക് കുറച്ച് പിന്നെ പീനട്ട് ബട്ടർ ക്രഞ്ചിയാണ്. സാധാരണ ഉപയോഗിക്കുന്ന പ്ലെയിൻ എടുക്കരുത്. പീനട്ട് ബട്ടർ ക്രഞ്ചി എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് ചെറിയ ചെറിയ പീനട്ടിൻ്റെ തരികൾ നന്നായിട്ട് കടിക്കാനുണ്ടാവും, അത് തന്നെ എടുക്കണം. പിന്നെ അതിന് ശേഷം കാരമൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഇതിനകത്ത് കാരമലും പീനട്ട് ബട്ടറും കൂടെ മിക്സ് ചെയ്ത് ക്രീം നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ശരിക്കും ഏകദേശം ആ സ്നിക്കേഴ്സിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. അതിനുശേഷം സിറപ്പ് എടുത്ത് പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് വെച്ച് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മിൽക്ക് മെയ്ഡ് ചേർത്ത് എടുത്ത് വെച്ചിരിക്കുന്ന ആ സിറപ്പ് നന്നായിട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഈ നമ്മുടെ കേക്കിലേക്ക് നേരത്തെ പീനട്ട് ബട്ടറും കാരമലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ഈ കേക്കിലേക്ക് നന്നായി അപ്ലൈ ചെയ്യാം. അതിന് ശേഷം നമ്മൾ കേക്കിലേക്ക് മിൽക്ക് മെയ്ഡ് കൊടുക്കുക. പിന്നെ കുറച്ച് പ്രോളിൻ പൗഡർ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും കുറച്ച് കാരമലിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. നന്നായിട്ട് തന്നെ കൊടുക്കുക കാരമൽ. ഈ കാരമൽ നല്ല ടൈറ്റിലാണുള്ളത്. അത് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഒന്ന് മൈക്രോവേവിൽ ഒഴിച്ചാൽ നമുക്ക് നല്ല മെൽട്ടായിട്ട് കിട്ടുകയും ചെയ്യും. കേക്കിലേക്ക് ഒഴിക്കുമ്പോഴൊക്കെ അത് ഒഴുകി പോകുന്നില്ല. അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെയുള്ള എൻ്റെ ചാനലിൽ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് പീനട്ട് ക്രഷ് ചെയ്ത് വെച്ചതും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു പീനട്ടിൻ്റെ മറ്റേ സ്നിക്കേഴ്സിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പം മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഫിനിഷ് ചെയ്ത ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീനട്ട് ഉണ്ടല്ലോ, പിന്നെ അതൊന്ന് ചൂടാക്കി പൊടിച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് വേഗം പൊടിച്ച് കിട്ടും. അങ്ങനെ പൊടിച്ച് വെച്ച പിന്നെ പീനട്ട് നമ്മൾ ഈ കേക്കിൻ്റെ മുകളിലായിട്ടും സൈഡിലൊക്കെ നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കുക. അതൊന്ന് ഒരു കത്തി ഉപയോഗിച്ചിട്ട് അതിനൊന്ന് പ്രസ് ചെയ്ത് അമർത്തി വെച്ച് കൊടുക്കുക. അതങ്ങ് ഊർന്ന് വീഴില്ല. അപ്പോൾ അങ്ങനെ ഈ പീനട്ട് നന്നായിട്ട് കേക്കിലേക്ക് പിടിപ്പിച്ച ശേഷം നേരത്തെ നമ്മൾ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ്, ഞാൻ മോഡേ എന്ന് പറഞ്ഞ കമ്പനിയുടെ മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ആ മിൽക്ക് ചോക്ലേറ്റ് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മൈക്രോവേവ് ഓണിൽ വെച്ച് ഒന്ന് മെൽട്ടാകും. 2 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കാണ് നന്നായിട്ട് മെൽട്ടാവും. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ലൂസായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ കോട്ടിങ് കൊടുക്കുക. അപ്പോൾ കുറേ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്നിക്കേഴ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഒരു കോട്ടിങ് കാണാം. അതേപോലെ തന്നെ ഇത് ട്രഫിളല്ല, ചോക്ലേറ്റ് ഡയറക്റ്റാണ് ഒഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ അത് ശരിക്ക് ഒരു കോട്ടിങ് കറക്റ്റായിട്ട് വരും. ഒന്ന് ഉറച്ചിട്ടുണ്ടാവും, പക്ഷേ കട്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കേക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ബെല്ലൈക്കൺ കൂടി ഞെക്കുക.